മണ്ണ്, പൊങ്കാല പെരുമ, തലസ്ഥാന നഗരം. തിരുവനന്തപുരത്തെ പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വിശേഷണങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ അനന്തപുരിയുടെ രുചിപ്പെരുമയെ പറ്റി അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കൗതുകം നിറഞ്ഞ രുചി വഴികളിലെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ഗാന്ധാരി അമ്മൻ കോവിലിനടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടലാണ്. ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ ഒരുപാട് പ്രത്യേകതകളുള്ള ഹോട്ടലാണ്. എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. (1976) നമ്മുടെ ഈ ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ തുടങ്ങുന്നത്. അതായത് ഏകദേശം ഒരു ഹാഫ് സെഞ്ച്വറി അടിക്കാറായി. അപ്പം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഹോട്ടലിൻ്റെ ഉടമയായ പരമേശ്വരൻ നായർ സാറാണ്. ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിന് ഓർത്തെടുക്കാനുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതകളിൽ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറ് നീണ്ട 21 വർഷക്കാലം രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിച്ചിരുന്നത് നമ്മുടെ ഈ ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിന് രാവിലെ ഫയലൊക്കെ ആയിട്ട് ഓടി വരും, അവിടെ വയ്ക്കും. ഇത്ര 21 കൊല്ലം അദ്ദേഹം ഇരുന്ന് കഴിച്ചിട്ടില്ല. രാവിലെ ശരി വൈകുന്നേരം ഓടിക്കൊണ്ടുവരും. രാവിലെ 2 അപ്പം ഒരു പാല് പെട്ടെന്ന് പിച്ച് പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു പായസം തരാൻ മറക്കണമെങ്കിൽ ചോദിച്ചു. ഞാൻ ചിലപ്പോൾ മറന്നു പോകും, ഇല്ല സാറെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത്രയും പ്രിയപ്പെട്ട മറ്റൊരാളാണ് യേശുദാസ് എന്ന് പറയുന്ന ഗാനഗന്ധർവൻ. യേശുദാസ് എൻ്റെ ഏറ്റവും മ്യൂസിക്കൊക്കെ പഠിക്കുന്ന മുതൽ എൻ്റെ ഒരു കൂട്ടാണ്. ആ കൂട്ട് ഇപ്പോഴാണ് അമേരിക്കയിൽ അതിന് ശേഷമാണ് ഇല്ലാത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കാനോ അത് കഞ്ഞിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. കഞ്ഞി കുടിക്കാനും ഒക്കെ ചിലപ്പോൾ എന്നെ അറിയിച്ചിട്ട് വരും. ഞാൻ കൂടെ എല്ലാം അറേഞ്ച് ചെയ്യും. അപ്പം നമ്മൾ രാത്രിയിലെ ഒരു വിഭവമാണ് അല്ലേ കഞ്ഞിയും പയറും. കഞ്ഞിയും അന്ന് ഒരാൾ നിങ്ങൾ അതിനെ ഫ്രണ്ട്സിൽ സംസാരിച്ച ഇന്ന് സുഖമില്ല ഗുരുവായൂരപ്പൻ്റെ കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജീവേട്ടൻ, പരമേശ്വരൻ സാറിൻ്റെ മകനാണ്. നമ്മുടെ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. നമ്മുടെ ഭക്ഷണം ഇവിടെ ഇപ്പോൾ രാവിലെ രാത്രി എല്ലാ സമയത്തും ഉണ്ട്. കഞ്ഞിയാണ് സ്പെഷ്യൽ എന്ന് എനിക്കറിയാം. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിച്ചു ബ്ലാക്ക് റൈസ് കഞ്ഞി. അതെന്താണ് നമ്മൾ? ഇത് ബ്ലാക്ക് റൈസ് നമ്മുടെ ആൻറ്റി ഓക്സിഡൻ്റ് അധികം ഉള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കാട്ടി അറൗണ്ട് 40 or 50 ടൈംസ് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതാണ് ഈ ബ്ലാക്ക് റൈസ് കഞ്ഞി. അത് രാത്രിയാണോ ഉണ്ടാവുക? അത് രാത്രിയാണ്. ചിലപ്പോൾ രാവിലത്തെ ഭക്ഷണങ്ങൾ രാവിലെ ഞങ്ങൾക്ക് അപ്പമുണ്ട്, പുട്ട്, ഇടിയപ്പം. പുട്ടിൽ തന്നെ ഞങ്ങൾക്ക് റാഗിയുണ്ട്, ഗോതമ്പുണ്ട്, ഓട്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പിന്നെ അതൊരു സ്പെഷ്യൽ സാധനമാണ്. പിന്നെ ഇഡ്ഡലിയുണ്ട്, വടയുണ്ട്, ഉഴുന്നുവടയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഉപ്പുമാവ്, അതിൻ്റെ കോമ്പിനേഷനായിട്ട് പുഴുങ്ങിയ പഴമുണ്ട്. അതിന് നല്ലൊരു ഡിമാൻഡുണ്ട്. അതെ. അതെ, നമ്മൾ നെയ്റോസ്റ്റ്, മസാല ദോശ, പ്ലെയിൻ ദോശ അതൊക്കെയാണ് ഉള്ളത്. അദ്ദേഹം രാഷ്ട്രപതി ആയിട്ട് പ്രഖ്യാപിച്ചല്ലോ, കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ചപ്പോൾ വഴുതയ്ക്കാട് ഡെഫ് ആൻഡ് ഡം സ്കൂളിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും ഞാനും കൂടെ സ്റ്റേജിൻ്റെ താഴെ നിൽക്കുമ്പോൾ അദ്ദേഹം കൈ കാട്ടി വിളിച്ചു, അടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത് ചെന്നു, സംസാരിച്ചു. ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതെ അതെ. ഇത് പരമേശ്വരൻ സാറിൻ്റെ ഭാര്യയാണ്. അപ്പം നമ്മൾ രാവിലെ വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ രാവിലെ ഇവിടെ വന്ന് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ദോശയും വന്നു. ദോശ കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കലാം സാർ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പല പ്രാവശ്യവും നമുക്ക് ഡൽഹിയിലൊക്കെ ചെല്ലാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായപ്പോഴും നമ്മളെ മറന്നില്ലല്ലേ, അങ്ങനെ ഒരു ഭയങ്കര ഒരു സന്തോഷം നമുക്കുമുണ്ട്. സംഗീത പ്രതിഭകളായിട്ടുള്ള ഒരുപാട് പേര്, സംഗീത പ്രതിഭകൾ മാത്രമല്ല നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഹോട്ടൽ. പ്രത്യേകതകൾ മാത്രമല്ല, വളരെ സ്വാദിഷ്ടമായ ഭക്ഷണവും നമുക്ക് ഇവിടുന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതും മറ്റൊരു പ്രത്യേകതയാണ്.